അപ്പോൾ പ്രതാപ, തൃശൂർ കോൺഗ്രസിലെ ചാരൻ താങ്കളാണല്ലേ? എന്താണ് താങ്കൾക്ക് പാർട്ടി വിട്ട് പത്മജയുമായുള്ള ബന്ധം? ഇന്നല്ലെങ്കിൽ നാളെ താങ്കൾ അത് പറയേണ്ടി വരും. താങ്കൾ ഒരൊറ്റയാൾ ഉണ്ടാക്കി വെച്ച പൊട്ടലും ചീറ്റലുമാണ് തൃശൂരിൽ ഇപ്പോൾ എന്നാണ് DCC ഭാരവാഹികൾ പറയുന്നത്. അല്ലെന്ന് തെളിയിക്കാൻ താങ്കളുടെ പക്കൽ എന്തുണ്ട്? ഒന്നുമില്ല. എന്തായാലും ഇത്തവണ മുരളിക്ക് വേണ്ടിയെല്ലാം ഒഴിഞ്ഞു കൊടുത്തിട്ട് അവസാനം കണക്കും കൊടുക്കാതെ താങ്കൾ കാണിച്ച ആ പണിയുണ്ടല്ലോ, മറക്കില്ലെന്നാണ് K മുരളീധരൻ പറയുന്നത്. പാവം, താങ്കൾ കാരണം രാഷ്ട്രീയ ഭാവി വരെ അടച്ചുപൂട്ടിക്കെട്ടി വീട്ടിലിരിക്കുകയാണ്. പ്രതാപ, താങ്കൾക്ക് എങ്ങനെയാണ് ഇനി മനസമാധാനത്തോടെ കോൺഗ്രസിൽ കഴിയാൻ സാധിക്കുക? താങ്കളും പത്മജിയുടെ വഴിയെ വിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. കോൺഗ്രസിലെ പരാജയവും അതേ തുടർന്നുണ്ടായ പൊട്ടിത്തെറികൾക്കു ശേഷം പോസ്റ്റർ പ്രതിഷേധമായിരുന്നു ഉയർന്നു വന്നിരുന്നത്. തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി K മുരളീധരനെതിരെയും അനുകൂലിച്ചുമായിരുന്നു പോസ്റ്റർ എങ്കിൽ ഇപ്പോൾ TN പ്രതാപനെതിരെയാണ് പോസ്റ്റർ വന്നിരിക്കുന്നത്. കോൺഗ്രസിലെ തകർച്ച തന്നെയാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. ഒത്തൊരുമയില്ലായ്മയും വോട്ടുമറികളും പരസ്പരം പഴിചാരലുമാണ് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് സമയം മുതൽക്കേ ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് സമയം K മുരളീധരൻ TN പ്രതാപനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സാമ്പത്തികമായി ആർത്തിയാണെന്നായിരുന്നു മുരളീധരൻ അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ രൂക്ഷ വിമർശനവുമായി മുൻ MP TN പ്രതാപനെതിരെ പോസ്റ്റർ ഇറക്കിയിരിക്കുകയാണ്. DCC ഓഫീസിന്റെ മതിലിലും പ്രസ് ക്ലബ് പരിസരത്തുമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പാർട്ടിയെ ഒറ്റുകൊടുത്ത RSS സംഘപരിവാർ ഏജന്റാണ് TN പ്രതാപൻ എന്നാണ് പോസ്റ്ററിൽ ആരോപിക്കുന്നത്. പാർട്ടിയെയും പാർട്ടി പ്രവർത്തകരെയും പ്രതാപൻ വഞ്ചിച്ചു, കൂടെ നിന്നുകൊണ്ട് പാർട്ടിയെ ചതിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പോസ്റ്ററിൽ അടങ്ങിയിരിക്കുന്നത്. എന്തായാലും രൂക്ഷ വിമർശനം തന്നെയാണ് പ്രതാപനെതിരെ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതാപനെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നും ആവശ്യം പ്രവർത്തകർ ഉന്നയിക്കുന്നുണ്ട്. RSS സംഘപരിവാർ ഏജന്റ് TN പ്രതാപനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക. TN പ്രതാപൻ തൃശൂർ കോൺഗ്രസിന്റെ ശാപമെന്നാണ് പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസ് വോട്ടുകൾ BJPക്ക് വലിയ തരത്തിൽ മറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ പ്രതാപനാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകർ BJPക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെയൊരു പോസ്റ്റർ കൂടി ആവുമ്പോൾ ആ ഒരു പ്രസ്താവന സത്യമാണെന്ന് തെളിയിക്കുകയാണ്. തോൽവിക്ക് പിന്നാലെ പ്രവർത്തകരുടെ ഇത്തരമൊരു കൂറുമാറ്റം വലിയ നാണക്കേടാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. DCCയിലെ കൂട്ടത്തല്ലിനെ തുടർന്ന് ജോസ് വെള്ളൂരിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി VK ശ്രീകണ്ഠനെ പ്രസിഡന്റ് ആക്കിയിരുന്നു. പരസ്യ പ്രതികരണങ്ങൾ നടത്തുന്നതിനും DCC മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുന്നതിനും വിലക്ക് നിലനിൽക്കെയാണ് ഇപ്പോൾ പ്രതാപനെതിരെ പോസ്റ്റർ വന്നിരിക്കുന്നത്. അതേസമയം തൃശൂരിലെ തോൽവി പഠിക്കാൻ KC ജോസഫ് ഉപസമിതി ഇന്ന് ജില്ലയിലെത്തും. രാവിലെ മുതിർന്ന നേതാക്കളുമായി ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച നടത്തും. പ്രവർത്തകർക്ക് നേരിട്ട് പരാതി അറിയിക്കുകയും ചെയ്യാം. എന്തായാലും പ്രതാപനെതിരെ പ്രവർത്തകർ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തുമെന്നത് ഉറപ്പാണ്.